Hello all, once again welcome to for civil. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് സ്യൂഡോ സ്റ്റേറ്റ് ഹൈപ്പോത്തിസിസ് ആ ഏരിയ അതുപോലെ തന്നെ വാരിയബിൾ വോളിയം സിസ്റ്റംസ് പിന്നെ ഇൻ്റഗ്രൽ ഡിഫറൻഷ്യൽ മെത്തേഡ് സോ അത് ആ സെഷൻസ് ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ, അതായത് സ്യൂഡോ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ, അതായത് നമ്മുടെ PSSH, ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ട്രാൻസിഷൻ കോംപ്ലക്സ് ഓപ്ഷൻ എ ഈക്വൽസ് ടു റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ, ഓപ്ഷൻ ബി ഡിഫറെൻറ്റ് ഓഫ് റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഈസ് ആൾവേസ് സീറോ, നൺ ഓഫ് ദിസ്. ഓക്കെ, സോ നമ്മളെന്താണ് സ്യൂഡോ സ്റ്റഡി സ്റ്റേറ്റിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എന്താണ് നമ്മുടെ ആക്ടിവേറ്റഡ് സ്റ്റേറ്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സബ്സ്റ്റൻസിൻ്റെ ഒക്കെ റേറ്റ് സീറോ എന്ന് നമ്മൾ അസ്യൂം, അതാണ് എന്താ പറയുക സ്യൂഡോ സ്റ്റഡി സ്റ്റേറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും എന്താണ് ഈസ് ആൾവേസ് സീറോ എന്ന് അങ്ങനെ കൊടുക്കാൻ ടെൻഡൻസി ഉണ്ടായിരിക്കും. പക്ഷേ എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ട്രാൻസിഷൻ കോംപ്ലക്സ് എന്നാണ്. നമുക്കറിയാം നമ്മുടെ സ്യൂഡോ സ്റ്റേറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന റേറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ആൾമോസ്റ്റ് ഈക്വൽ ടു അത് എന്ത് ചെയ്യുന്നതിന് ഈക്വൽ, അത് ഡീകമ്പോസ് ചെയ്യുന്നതിൻ്റെ റേറ്റിന് ഈക്വൽ ആയിരിക്കണം. എങ്കിലേ നമ്മൾ നെറ്റ് റേറ്റ് ആണ് എന്ത് സീറോ, അല്ലാതെ ഒരു പർട്ടിക്കുലർ റേറ്റ് അല്ല എന്ത് സീറോ എന്ന് പറയുന്നത്. ഫോം ചെയ്യുന്ന റേറ്റും അത് ഡീകമ്പോസ് ചെയ്യുന്ന റേറ്റും ഈക്വൽ ആവുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്യൂഡോ സ്റ്റേറ്റ് ഹൈപ്പോത്തിസിസിൽ കൺസിഡർ ചെയ്യുന്നത്. സോ എന്താണ് the rate of formation of transition complex will be equals to the rate of decomposition. So ഇതായിരിക്കും എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ എ ആയിരിക്കും. Okay, so this will be the answer, equal to rate of decomposition according to pseudo steady state hypothesis. Okay, and next question നോക്കാം. ഓക്കെ, സോ ഇത് നമ്മുടെ ഇൻ്റഗ്രൽ മെത്തേഡും ഡിഫറൻഷ്യൽ മെത്തേഡും തമ്മിലുള്ള ആ ഡിഫറൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ചോദിക്കുന്നതാണ് ഇൻ്റഗ്രൽ മെത്തേഡ് ക്യാൻ ബി ഫേവേർഡ് ഓവർ ദ ഡിഫറൻഷ്യൽ മെത്തേഡ്. എപ്പോഴാണ് ഇൻ്റഗ്രൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാന്ന്? സോ ഫസ്റ്റ് ഓപ്ഷന് ഡാറ്റ ഒബ്റ്റെയിൻ ഈസ് നീറ്റ്ലി ഓർഡേർഡ് ആൻഡ് നോ സ്പെസിഫിക് മെക്കാനിസം ഹാസ് ടു ബി ടെസ്റ്റഡ്. ഓപ്ഷൻ ബി ഡാറ്റ ഈസ് സ്കാറ്റേർഡ് ആൻഡ് സ്പെസിഫിc mechanism has to be tested. Option C can be used in situation where when no hypothesis rate expression is fits the data. Option B none of this. അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മൾ ഇൻ്റഗ്രൽ മെത്തേഡും ഡിഫറൻഷ്യൽ മെത്തേഡും പഠിക്കുമ്പോൾ ഇൻ്റഗ്രൽ മെത്തേഡ് കുറച്ചും കൂടെ സിമ്പിളാണ് അല്ലേ, ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറച്ച് സിമ്പിളാണ്. അതായത് അതെന്താ നോക്കുന്നുള്ളൂ, ഇപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ എക്സ്പ്രഷൻ ആണെങ്കിൽ നമുക്ക് അത് ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടും എന്താണ് ln(CA0/CA =KT അല്ലേ. അതായത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള റിലേഷൻ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇത് നടത്തൂലേ, എന്താ എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് ഓരോ ടൈമിലുള്ള കോൺസെൻട്രേഷൻ കിട്ടും. എന്നിട്ട് ഇത് രണ്ടും സെയിം ആവോ അല്ലെങ്കിൽ മാച്ചിങ് ആണോ നോക്കുക. അപ്പോൾ മാച്ചിങ് ആണെങ്കിൽ എന്താണ് നമ്മൾ അസ്യൂം ചെയ്ത റേറ്റ് എക്സ്പ്രഷൻ എന്താണ് ശരിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതിന് ഏത് ഓർഡറിൽ ഡാറ്റ നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല. നമുക്ക് കുറച്ച് ഡാറ്റ യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു പ്രഡിക്ഷന് ശരിയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതൊരു ഈസി മെത്തേഡാണ് ഇൻ്റഗ്രൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ മെത്തേഡ് എന്താണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്താണ് റേറ്റാണ് മെഷർ ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഈ കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള പോയിൻറ്റ്സ് കളക്ട് ചെയ്യും. പരമാവധി നീറ്റായിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ ഓർഡറിലായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു സ്മൂത്ത് കർവ് വരയ്ക്കാൻ ശ്രമിക്കും അല്ലെ. ഡിഫറൻഷ്യൽ മെത്തേഡിൽ ഒരു സ്മൂത്ത് കർവ് വരക്കും. എന്നിട്ട് ആ കർവിൻ്റെ സ്ലോപ്പ് എടുക്കും, ഓരോ പോയിൻറ്റിലും സ്ലോപ്പ് എടുക്കും. സോ ആ സ്ലോപ്പായിരിക്കും എന്ത് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ റേറ്റ് ഓഫ് റിയാക്ഷൻ വേറൊരു ഇതിൽ പ്ലോട്ട് ചെയ്യും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഐദർ നമുക്ക് നമ്മുടെ അസ്യൂം ചെയ്ത റേറ്റ് എക്സ്പ്രഷൻ കറക്റ്റ് ആണോ നോക്കാം. അതുപോലെ തന്നെ നമ്മൾ അസ്യൂം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മോഡൽ ചെയ്യാൻ പറ്റും, ഓർഡർ ഏതാണെന്ന് അറിയാൻ പറ്റും, അതുപോലെ തന്നെ റേറ്റ് കോൺസ്റ്റൻറ്റ് ഏതാണെന്ന് അറിയാൻ പറ്റും. സോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ മെത്തേഡ് ഫേവേർഡ് ഓവർ ഡിഫറൻഷ്യൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഓപ്ഷൻ എ നോക്കുക, ഡാറ്റ ഒബ്റ്റെയിൻ നീറ്റ്ലി ഓർഡേർഡ് ആൻഡ് നോ സ്പെസിഫിക് മെക്കാനിസം ഹാസ് ടു ബി ടെസ്റ്റഡ്. അത് എന്താണ് ഡിഫറൻഷ്യൽ മെത്തേഡിനുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഓർഡറിലുള്ള പോയിൻറ്റ്സ് വേണം.
ഓപ്ഷൻ ബി നോക്കാം. ഡാറ്റ ഈസ് സ്കാറ്റേർഡ് ആൻഡ് സ്പെസിഫിക് മെക്കാനിസം ഹാസ് ടു ബി ടെസ്റ്റഡ്. അപ്പോൾ നമുക്ക് ഏത് ഉപയോഗിക്കാനാണ് ബെറ്റർ? നമുക്ക് ഡിഫറൻഷ്യൽ മെത്തേഡ് അല്ല. കാരണം ഡിഫറൻഷ്യൽ മെത്തേഡിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഡാറ്റ ഒന്നും ഉപയോഗിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം നമുക്ക് കർവൊക്കെ പ്ലോട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ എന്താണ്, ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. പിന്നെ ഓപ്ഷൻ സി എന്താണ്, ക്യാൻ ബി യൂസ്ഡ് ഇൻ സിറ്റുവേഷൻ വെൻ നോ ഹൈപ്പോത്തസിസ്ഡ് റൈറ്റ് എക്സ്പ്രഷൻ ഫിറ്റ്സ് ദ ഡാറ്റ അല്ലേ. സോ ഒരു ഡാറ്റ ഫിറ്റ് ചെയ്യുന്ന നമ്മൾ അസ്യൂം ചെയ്യുന്ന ഡാറ്റയുമായിട്ട് മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻഷ്യൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു റൈറ്റ് എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ലോഗൊക്കെ പ്ലോട്ട് ചെയ്തിട്ട്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി എന്താണ്, ഡിഫറൻഷ്യൽ മെത്തേഡിനുമായി ബന്ധപ്പെട്ടാണ്. സോ ഓപ്ഷൻ ബി മാത്രമാണ് കറക്റ്റായിട്ടുള്ളത്. ഡാറ്റ ഈസ് സ്കാറ്റേർഡ് ആൻഡ് സ്പെസിഫിക് മെക്കാനിസം ഹാസ് ടു ബി ടെസ്റ്റഡ്. അങ്ങനത്തെ കേസിൽ നമ്മൾ ഏതാണ് ഏറ്റവും ബെറ്റർ? ഇൻ്റഗ്രൽ മെത്തേഡാണ് ബെറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ ഇത് എക്സ്പാൻഷൻ ഫാക്ടർ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു എപ്സിലോൺ എ എന്ന് പറഞ്ഞിട്ട്. വാരിയബിൾ വോളിയം സിസ്റ്റത്തിൽ എന്താണ്, ഇപ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും അതായത് റിയാക്റ്റൻ്റെ സൈഡിലും പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന സൈഡിലും നമ്പർ ഓഫ് മോൾസിൻ്റെ എണ്ണം തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓഫ് കോഴ്സ് ഗ്യാസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം PV = nRT, അല്ലെങ്കിൽ വോളിയം എന്തിന് പ്രൊപ്പോർഷനാണ്? നമ്പർ ഓഫ് മോൾസിന് പ്രൊപ്പോർഷനാണ്. അതായത് നമ്പർ ഓഫ് മോൾസ് കൂടിയാൽ വോളിയം കൂടും, നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞാൽ വോളിയം കുറയും. സോ ചില സിസ്റ്റത്തിൽ ഗ്യാഷ്യസ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ എന്താണ്, നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ച് വന്നാൽ വോളിയത്തിലും ചേഞ്ച് സംഭവിക്കും. സോ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ എന്താണ്, കോൺസ്റ്റൻറ്റ് വോളിയം സിസ്റ്റം ഡിറൈവ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാരിയബിൾ വോളിയം സിസ്റ്റം ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ വോളിയം ചേഞ്ച് കൺസിഡർ ചെയ്യണം അല്ലേ, ഈ ഒരു വോളിയം ചേഞ്ച് കൺസിഡർ ചെയ്യണം. സോ ആ വോളിയം ചേഞ്ചിന് കറസ്പോണ്ടിങ് ചെയ്യുന്ന ടേമാണ് എക്സ്പാൻഷൻ ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എപ്സിലോൺ എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. സോ എന്താണ്, ഇങ്ങനൊരു ടേം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എപ്സിലോൺ എന്നുള്ള. ഇതിൻ്റെ പേര് എക്സ്പാൻഷൻ ഫാക്ടർ അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ആണ്. ഇതിനെ രണ്ട് രീതിയിൽ നമ്മൾ എഴുതാറുണ്ട്. ഒന്ന് n at xi is equal to 1, 100% കംപ്ലീഷൻ എന്താ പറയുക, റിയാക്ഷൻ്റെ കംപ്ലീഷന് മൈനസ് എന്ത്, n at xi is equal to 0, അതായത് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ n at xi is equal to 0, അതായത് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇതാണ് എന്ത്, എപ്സിലോൺ എ എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് വേറൊരു രീതിയിലും കൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. എപ്സിലോൺ എ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, വോളിയം അറ്റ് xi is equal to എന്ത്, 1 അല്ലെങ്കിൽ 100% മൈനസ് വോളിയം അറ്റ് xi is equal to 0 ഡിവൈഡഡ് ബൈ വോളിയം x is equal to 0. ഓക്കെ, അപ്പോൾ ഈ വോളിയം അറ്റ് x equal to 0 ഉദ്ദേശിക്കുന്നത് V0 ആണ്, ഇനീഷ്യൽ വോളിയം. അതുപോലെ തന്നെ n at x equal to 0 എന്ന് പറയുന്നത് N0 ആണ്, ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്. സോ ഇതാണ് എന്ത്, വോളിയത്തിനെയും എപ്സിലോണെയും ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ. സോ ഇത് പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, നമുക്ക് എഴുതാം V is equal to വോളിയം ആഫ്റ്റർ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു V0 into 1 minus epsilon a xa, 1 minus epsilon a xa. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. എന്താണ്, വോളിയം ആഫ്റ്റർ റിയാക്ഷൻ. വാരിയബിൾ വോളിയത്തിൻ്റെ കേസിൽ വോളിയം ആഫ്റ്റർ റിയാക്ഷൻ നമ്മൾ എക്സ്പ്രഷൻ എന്താണ്, V0 into 1 minus epsilon a xa. ഇനി എപ്സിലോൺ എ കാണാൻ നമ്മൾ എന്താണ്, നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, ഇങ്ങനെ ചെയ്താൽ മതി. എന്താണ്, ഇപ്പോൾ ഈ ഒരു കേസിൽ A gives 3Bയിൽ epsilon a will be equal to what, റൈറ്റ് ഹാൻഡ് സൈഡിലെ കോഎഫിഷ്യൻറ്റ് 3 അല്ലേ, ഫൈനൽ നമ്പർ ഓഫ് മോൾസ് എത്ര ആയിരിക്കും, 3 ആയിരിക്കും അല്ലേ. എ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ സോ 3 മൈനസ് എത്ര, എവിടെ എത്ര കോഎഫിഷ്യൻറ്റ് 1, 3 മൈനസ് 1 ഡിവൈഡ് ബൈ 1, സോ എന്താണ് 2. ഇതാണ് എപ്സിലോൺ എ വരിക ഇഫ് ഇനേർട്ട് ഈസ് നോട്ട് പ്രസൻറ്റ്. ഓക്കെ, if inert is not present,
ഓക്കെ. സോ ഈ ഒരു റിയാക്ഷനിൽ എപ്സിലോൺ എന്തായിരിക്കും 3 - 1/1 2. അതാണ് ഇനേർട്ട് പ്രസൻറ്റ് ഇല്ലെങ്കിൽ ഇത് 100% എന്താണ് എ ആണെങ്കിൽ നമുക്ക് 2 എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യനിൽ എന്താണ് 50% ഇനേർട്ട് ആണുള്ളത്. സോ എന്തായിരിക്കും 50% എയും 50% ഇനേർട്ട്. ഇപ്പോൾ ഒരു 10 മോൾ ഉണ്ടെങ്കിൽ നമ്മുടെ 5 മോള് എയും 5 മോള് ഇനേർട്ടും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യം ഇങ്ങനെ ഇനേർട്ട് ഇല്ലാതെ എന്ത് ചെയ്യുക, എപ്സിലോണെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനേർട്ട് ഇല്ലാതെ എപ്സിലോണെ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, if inert present then എന്ത്, if inert present multiply this EA with percentage of അല്ലെങ്കിൽ mole fraction of A, mole fraction of ഓക്കെ. അപ്പോൾ സോ നമ്മുടെ ഇ എന്തായി മാറും, ഇ എ വിൽ ബി ഈക്വൽ ടു വാട്ട്, ഇനേർട്ട് പ്രസൻ്റ് ആയ ഇ എയിൽ നമ്മൾ ആദ്യം എന്ത് ഇനേർട്ട് ഇല്ലാതെ കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി, റൈറ്റ് ഹാൻഡ് സൈഡിലെ കോഎഫിഷ്യൻറ്റ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കോഎഫിഷ്യൻറ്റ് ഡിവൈഡ് ബൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കോഎഫിഷ്യൻറ്റ് 2 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്തുകൊണ്ട്, മോൾ ഫ്രാക്ഷൻ ഓഫ് എ, മോൾ ഫ്രാക്ഷൻ എത്രയാണ്, 50% ഇനേർട്ട് 50% എ. അതായത് ഇപ്പോൾ ഒരു 1 മോൾ എടുക്കുക, ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 1 മോളിൻ്റെ കേസ് എടുക്കുക അല്ലേ. സോ 1 മോളിൽ 1ൻ്റെ 50% എയും 50% ഇനേർട്ടും ആണ്. സോ 1ൻ്റെ 50% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.5. സോ മോൾ ഫ്രാക്ഷൻ എത്ര, 0.5. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 0.58 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടും എന്ത്, 1 എന്ന്. ഇതാണ് നമ്മുടെ എപ്സിലോണെ ഇനേർട്ട് പ്രസൻ്റ് ഉള്ളതുകൊണ്ട്. ഇനി എന്താ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, ചേഞ്ച് ഇൻ വോള്യൂം അല്ലേ, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോള്യൂം ഓഫ് ദ സിസ്റ്റം ബിറ്റ്വീൻ നോ കൺവേർഷൻ ആൻഡ് കംപ്ലീറ്റ് കൺവേർഷൻ. അതാണിത്. അത് തന്നെയാണ് എന്ത്, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ, ഇതാണ് നമ്മളെന്ത് എപ്സിലോണയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോള്യൂം അല്ലേ. ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോള്യൂം ബിറ്റ്വീൻ നോട്ട് കൺവേർഷൻ ആൻഡ് കംപ്ലീറ്റ് കൺവേർഷൻ. അപ്പോൾ ഇതാണ് ആ ചേഞ്ച് ബിറ്റ്വീൻ നോ കൺവേർഷൻ ആൻഡ് ഫ്രാക്ഷണൽ ചേഞ്ച് കംപ്ലീറ്റ് കൺവേർഷൻ. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഫ്രാക്ഷൻ ചേഞ്ച് എടുക്കുമ്പോൾ ഇനീഷ്യലിൻ്റെ എത്ര ചേഞ്ചാണ് വന്നത് അല്ലേ. ഇപ്പോൾ എപ്സിലോണയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഇനേർട്ട് ഇല്ലായിരുന്നെങ്കിൽ ആൻസർ എന്തായിരുന്നു, 2 ആയേനെ. ഇനേർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ 100% ആണെങ്കിൽ നമുക്ക് എഴുതാം എപ്സിലോൺ ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. പക്ഷേ ഇനേർട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇനേർട്ട് ഇല്ലാതെ കണ്ടുപിടിക്കണം എപ്സിലോണേനെ മോൾ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 0.5 നമ്മുടെ ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും ആൻസർ. ഓക്കെ. സോ ഇനേർട്ടൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി, നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ആ ഒരു പെർസെൻറ്റേജിനെ മോൾ ഫ്രാക്ഷനെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. ഇനി ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് അല്ലേ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 3 - 1 ഡിവൈഡ് ബൈ 1 × 0.5. അപ്പോൾ എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. ഇത് എന്താ പറയുക, ശരിയായ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഷോർട്ട് കട്ടാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. ശരിയായ രീതി എന്ന് പറഞ്ഞാൽ A gives 3B എന്നാണ് അല്ലേ. നോ കൺവേർഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ എത്രയാണ്, ഞാൻ ബേസിസ് എടുക്കുന്നു. ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ബേസിസ് 1 മോൾ എടുക്കുന്നു. ബേസിസ് 1 മോൾ എടുത്തു. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആ ഒരു ബേസിസ് ആയിട്ട് എടുക്കാം, അതായത് അടിസ്ഥാനമായിട്ട് എടുക്കാം. 100 മോൾ എടുക്കാം, 10 മോൾ എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ 1 മോൾ എടുക്കുന്നു. അപ്പോൾ 1 മോൾ എടുത്താൽ എന്താണ്, എ എത്ര ഉള്ളത്, 0.5 അല്ലേ. എ 0.5. ഇനേർട്ട് എത്രയാണുള്ളത്, ഇനീഷ്യലി എന്താണ് 0.5 എ പ്ലസ് 0.5 ഇനേർട്ട്. അപ്പോൾ 0.5 എ ആണ് ഇവിടെ ഉള്ളത്, ബി 0 ആണ് തുടക്കത്തിൽ അല്ലേ. ഇനി ഫൈനൽ സ്റ്റേറ്റിൽ എന്താ വരിക, എ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. എ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും, ഇവിടെ 0 വരും. ബി എത്ര വരും, 1 മോൾ റിയാക്ട് ചെയ്താൽ 3 മോൾ ബി വരും. അപ്പോൾ 0.5 മോൾ റിയാക്ട് ചെയ്താൽ എത്ര വരും, 3 ടൈംസ് × 0.5, അതായത് 1.5 എന്ത് മോൾ ബി എന്ത് ചെയ്യും, ഫോം ചെയ്യും അല്ലേ. 1.5 ബി ഫോം ചെയ്യും. അപ്പോൾ എന്താണ്
ഫൈനൽ എത്രയാണ്? ഫൈനൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ഫൈനലിൽ 1.5 B again what 0.5 inert 1.5 B 2.5 inert അപ്പോൾ എത്ര കിട്ടി? 2 moles ടോട്ടൽ 2 moles. ഇവിടെ ടോട്ടൽ 1 mole. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ എക്സ്പ്രഷൻ എഴുതിയപ്പോൾ ഇവിടെ NA എന്ന് വേണ്ട, കാരണം NA എന്നല്ല XA എന്ന് മതി. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, NA എന്നല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ A വേണമെന്നില്ല. ഓക്കെ, ഇവിടെ N മതി. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇതാണ് കറക്റ്റ്. നമ്പർ ഓഫ് മോൾസ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് XA ഈക്വൽ ടു 1, അതായത് 100% കംപ്ലീഷൻ ഓഫ് എന്ത് A മൈനസ് എന്ത് 0%, അതായത് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അതാണ് എപ്സിലോൺ A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? എപ്സിലോൺ A വിൽ ബി ഈക്വൽ ടു വാട്ട്? NA അറ്റ് XA ഈക്വൽ ടു കംപ്ലീറ്റ് കൺവേർഷൻ എത്രയാണ്? 2 മോള് അല്ലേ? 2 മോള് മൈനസ് ഇനീഷ്യൽ എത്രയാണ്? 1 മോള് ഡിവൈഡഡ് ബൈ 1. അപ്പോൾ എന്ത് വരും? 1. ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെയാണ് ഡയറക്റ്റ് ഇങ്ങനെ നമ്പർ ഓഫ് മോൾസ് ഇങ്ങനെ എന്താ പറയുക റിയാക്ഷനൊക്കെ എഴുതി വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാൽ മതി. എന്ത്? റൈറ്റ് ഹാൻഡ് സൈഡിലെ കോഎഫിഷ്യൻറ്റ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കോഎഫിഷ്യൻറ്റ് ഡിവൈഡ് ബൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് A എത്ര ശതമാനമാണോ അത്ര. ഇപ്പോൾ 75% ചെയ്യും, 25% ഇനേർട്ടും ആണെങ്കിൽ എന്ത് ചെയ്യണം? 0.75 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ എപ്സിലോൺ A കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഡീൽ ചെയ്യൽ. ഇനി അടുത്ത ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. എന്താണ്? ഫോർ ദ gaseous reaction 2A gives B where the feed consists of again എന്താണ് 50 mole percentage of A and 50 mole percentage of inert. അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സ്പാൻഷൻ ഫാക്ടർ അല്ലെങ്കിൽ എപ്സിലോൺ എൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അഗൈൻ ഞാൻ ഒന്നുകൂടെ എക്സ്പ്രഷൻ ചെയ്തതാണെങ്കിൽ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് XA is equal to കംപ്ലീറ്റ് കൺവേർഷൻ അല്ലെങ്കിൽ 100% കൺവേർഷൻ മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് XA is equal to 0 ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ N അറ്റ് XA is equal to 0% കൺവേർഷൻ. ഇതാണ് കാണേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് കട്ടായിട്ട് എന്ത് ചെയ്താൽ മതി? എപ്സിലോൺ A കാലാണ് XA ഈക്വൽ ടു കംപ്ലീറ്റ് കൺവേർഷൻ എന്തായിരുന്നു? 2 മോൾ A റിയാക്ട് ചെയ്ത 1 മോള് B ആണ് കിട്ടുക. സോ എന്ത് വരും? 1 മോൾ കിട്ടും അല്ലേ? ഇനി ഇനീഷ്യലി എത്ര? ലെറ്റ്സ് സേ 2 മോൾ ഉണ്ടെങ്കിൽ എന്ത്? 2 അല്ലെങ്കിൽ 1 മൈനസ് 2 ഡിവൈഡ് ബൈ 2. അപ്പോൾ എന്ത് വരും? -1/2 എന്ന് വരും. ഇതെന്താ? വിത്തൗട്ട് ഇനേർട്ട് ഇനേർട്ട് ഇല്ലെങ്കിൽ ഇതായിരിക്കാണ് എന്ത്? നമ്മുടെ എക്സ്പാൻഷൻ ഫാക്ടർ അല്ലെങ്കിൽ എപ്സിലോൺ A വിത്തൗട്ട് ഇനേർട്ട്. സോ വിത്ത് 50% ഇനേർട്ട് 50% ഇനേർട്ടുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എത്രയാണ് A? 50% ഇനേർട്ട് പറഞ്ഞാൽ ബാക്കി 50% എന്ത് A ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അതുകൊണ്ട് നമ്മുടെ എപ്സിലോൺ A മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എപ്സിലോൺ A ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് A സോ -1/2 ഇൻറ്റു അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എത്ര? 0.5 അല്ലേ? അപ്പോൾ എന്ത് വരും? 0.5ൻ്റെ പകുതി എത്ര? -1/2 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ -0.25. ഇതായിരിക്കും ആൻസർ. ഓക്കെ, ഇതായിരിക്കും എക്സ്പാൻഷൻ ഫാക്ടർ. ഇനി നിങ്ങളോട് വോളിയം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വോളിയം ചോദിക്കുകയാണെങ്കിൽ V is equal to V0 ഇൻറ്റു 1 + എപ്സിലോൺ A XA. ലെറ്റ്സ് സേ ഇപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ 75% കൺവേർഷൻ നടത്തുമ്പോൾ ഉള്ള എത്രയാണ് ഫൈനൽ വോളിയം? ഇനീഷ്യൽ വോളിയം ലെറ്റ്സ് സേ ഒരു 1 ലിറ്റർ ആണെങ്കിൽ 75% കൺവേർഷൻ നടത്തിയാൽ എത്രയാണ് വോളിയം എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യേണ്ടി? V0 എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ, എപ്സിലോൺ A -0.25 ഇൻറ്റു XA എത്ര? 0.75.
അങ്ങനെ അത് ചെയ്തിട്ട് ഈ ഒരു എക്സ്പ്രഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? എപ്സിലോൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ആൻസർ എത്രയാണ്? -0.25. ഓക്കെ, അപ്പോൾ ഇതാണ് വാരിയബിൾ വോളിയം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നുമില്ല, റൈറ്റ് ഹാൻഡ് സൈഡിലെ കോയിഫിഷ്യൻറ്റ് അത് സൂചിപ്പിക്കുന്നത് എന്താണ്? കംപ്ലീറ്റ് കൺവേർഷൻ നടത്തിയാലുള്ള നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും ഫൈനലിൽ വരികയെന്ന്. മൈനസ് എന്ത്? ഇനീഷ്യൽ നമ്പർ ഓഫ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കോയിഫിഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ എന്ത്? ഡിവൈഡഡ് ബൈ എന്താണോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കോയിഫിഷ്യൻറ്റ്. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. ലെറ്റ്സ് സേ ഇങ്ങനെ റിയാക്ഷൻ്റെ A+3B+D. ഓക്കെ, ഇതിൽ 60% എയും 40% ഇനേർട്ടും ആണുള്ളത്. എനിക്ക് എപ്സിലോണായി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എപ്സിലോണായി കാൽക്കുലേറ്റ് ഞാൻ ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് സൈഡിലെ കോയിഫിഷ്യൻ്റെ സം എത്ര? 3+1 അല്ലേ? 3+1 എന്ന് പറഞ്ഞാൽ 4. 3+1 മൈനസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്രയാണ്? 1 ഡിവൈഡ് ബൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1. സോ എന്ത് വരും? 4 - 1/1, അതായത് 3 എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മോൾ ഫ്രാക്ഷൻ എത്ര? 60% എയും 40% ഇനേർട്ടും ആണുള്ളെങ്കിൽ 60% പറഞ്ഞാൽ 0.6 അല്ലേ? 0.6 ഫ്രാക്ഷന് ഒന്നിൻ്റെ എത്ര ഭാഗം അതല്ല ഫ്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് 0.6. സോ 3 × 0.6 എന്ത് വരും? 1.8 എന്ന് വരും. ഇങ്ങനെയാണ് എന്ത്? എപ്സിലോണെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, എപ്സിലോണെ ഉദ്ദേശിക്കുന്നത് എ എന്നുള്ള റിയാക്റ്റൻറ്റ് അതിൻ്റെ കംപ്ലീറ്റ് കൺവേർഷൻ നടത്തിയാലുള്ള ചേഞ്ച്, നമ്പർ ഓഫ് മോൾസിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ വോളിയത്തിൻ്റെ ചേഞ്ച് എന്നൊക്കെയാണ് എന്ത് ഈ ഒരു ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പാൻഷൻ ഫാക്ടർ എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഹലോ ആൾ, വെൽക്കം ടു V4 Civil. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ റിയാക്ടർ ഡിസൈനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. എനിവേ, ഒരു കാര്യം എന്താണ് ഇത് ഈ ഒരു ക്വസ്റ്റ്യന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ്? ദ ഫോളോവിങ് ലിക്വിഡ് ഫേസ് റിയാക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഐസോതെർമൽ ബാച്ച് റിയാക്ടർ. എ ഗീവ്സ് ബി ദാറ്റ് ഗീവ്സ് സി. ഇതൊരു സീരീസ് റിയാക്ഷൻ ആണ് അല്ലേ? എ ബി ആവുന്നു, ബി സി ആവുന്നു. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഫീഡ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അതായത് ഇനീഷ്യലി 1 mol എ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ദ ടൈം അറ്റ് വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് ബി വിൽ റീച്ച് ഇറ്റ്സ് മാക്സിമം വാല്യൂ ഗിവൺ ബൈ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ്? എ ബി ആവുന്ന റിയാക്ഷന് ഫസ്റ്റ് ഓർഡർ ആയിരുന്നു, ബി സി ആവുന്ന റിയാക്ഷനും ഫസ്റ്റ് ഓർഡർ ആയിരുന്നു. അങ്ങനെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഡിസ്കസ് ചെയ്തിരുന്നത്. അങ്ങനെ ബാച്ച് റിയാക്ടറിൽ എന്താണ്? CR max by CA naught എന്ന് പറഞ്ഞാൽ K1/K2 all raised to K2 divided by K2 minus K1 എന്ന് നമുക്ക് കിട്ടിയിരുന്നു CR maxൻ്റെ വാല്യൂ. അതുപോലെ തന്നെ ആ മാക്സിമം നമുക്ക് ഇപ്പോൾ ഇവിടെയാണ് ഈ CB max, അതായത് ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് മാക്സിമം കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് ln K2/K1 divided by K2 minus K1. അപ്പോൾ അതൊക്കെ എങ്ങനെ വന്നതും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, ഈ ഒരു ബിന്ന് സി ആവുന്ന റിയാക്ഷൻ അത് 0 ഓർഡർ ആണ്. ഓക്കെ, സോ നമ്മൾ രണ്ടും ഫസ്റ്റ് ഓർഡർ ആയിട്ടായിരുന്നു നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റ് അറിയാം. പക്ഷേ ഇവിടെ എന്താണ് വ്യത്യാസം? ഇവിടെ വ്യത്യാസം ഈ ബി ടു സി എന്താണ്? 0 ഓർഡർ റിയാക്ഷനാണ്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? മാക്സിമം വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ബി കിട്ടുന്ന ഏത് ടൈമിലായിരിക്കും നമുക്ക് മാക്സിമം ഇൻ്റർമീഡിയറ്റ് കോൺസെൻട്രേഷൻ കിട്ടുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട 4 റിലേഷൻ തന്നിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ ഇത് കാണുന്ന പോലെ അത്ര ഡിഫിക്കൽട്ടൊന്നല്ല. നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ റിയാക്ഷൻ ഇതാണ്. എ എന്തായി മാറുന്നു? K1 എന്നുള്ള റൈറ്റ് കോൺസ്റ്റൻറ്റുമായി ഫസ്റ്റ് ഓർഡർ ആണ് അല്ലേ? ദിസ് ഇസ് ഫസ്റ്റ് ഓർഡർ. എന്നിട്ട് ബി എന്തായി മാറുന്നു? ബി സി ആയി മാറുന്നു വിത്ത് റേറ്റ് കോൺസ്റ്റൻറ്റ് K2. ദിസ് ഇസ് 0 ഓർഡർ അല്ലേ? ഈ ഒരു വ്യത്യാസമാണുള്ളത്, 0 ഓർഡർ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാക്സിമം ബി ഫോം ചെയ്യുന്ന ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബിയുടെ റിയാക്ഷൻ്റെ റേറ്റ് എഴുതാം. അപ്പോൾ ഫോം ചെയ്യുന്നതല്ല, അപ്പോൾ RB അല്ലേ? റേറ്റ് ഓഫ് ഫോർമേഷനാണ് എഴുതുന്നത്. സോ RB വിൽ ബി ഈക്വൽ ടു വാട്ട്?
then എങ്ങനെ എഴുതാം RB will be equal to constant dCB by dt അല്ലേ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dCB by dt ഇതെന്തിന് ഈക്വൽ ആയിരിക്കും ഫോമാണ് ചെയ്യുന്നത് അപ്പോൾ എ എന്നാണ് ഫോം ചെയ്യുന്നത് സോ അതൊരു പോസിറ്റീവ് ആയപ്പം K1CA ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ K1CA എന്നായിരിക്കും അല്ലേ K1CA എന്നായിരിക്കും ഇനി ബി ഫോം ചെയ്യുന്നത് മാത്രമല്ല റിയാക്റ്റും ചെയ്യുന്നുണ്ട് സോ RBയിൽ എഴുതുമ്പോൾ അതൊരു നെഗറ്റീവാണ് അല്ലേ ഫോം ചെയ്യുമ്പോൾ ആ ഫോമേഷനാണ് പോസിറ്റീവായി എടുക്കുക റിയാക്ട് ചെയ്യുന്നത് നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടത് സോ നമ്മൾ എന്ത് ചെയ്യും K1CA മൈനസ് ഈ ബിന്ന് സി ആവുന്നത് അത് ഫോം ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് സോ എന്താണ് K1CA മൈനസ് K2CB എന്നായിരുന്നു ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ബിന്ന് സി എന്നുള്ള റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ K2CB എന്നാണ് നമ്മൾ എഴുതിയിരുന്നത് അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ചെയ്തത് പക്ഷേ ഇവിടെ 0 ഓർഡർ റിയാക്ഷനാണ് അപ്പോൾ എന്താണ് ഇവിടെ K2 എന്ന് മാത്രം മതി കാരണം 0 ഓർഡറിൽ എന്താണ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസി ഇല്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇനി എന്താണ് ഇനി കാര്യങ്ങൾ സിമ്പിളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള മാക്സിമം വാല്യൂ ഓഫ് എന്ത് CB മാക്സിമം ആയിരിക്കുമ്പോഴുള്ള എന്താ പറയുക ടൈം റിലേഷൻഷിപ്പാണ് നമുക്കറിയാം എന്താണ് അറ്റ് CB ഈസ് ഈക്വൽ ടു CB മാക്സ് നമുക്കറിയാം ഇതൊരു ഫംഗ്ഷനാണല്ലോ CBൻ്റെ ഒരു ഫംഗ്ഷനാണ് അപ്പോൾ മാക്സിമം വാല്യൂവിൽ അതെന്ത് വരും മാക്സിമത്തിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും അല്ലേ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 നമുക്കറിയാം മാക്സിമത്തിലോ മിനിമത്തിലോ ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും 0 ആയിരിക്കും സോ അറ്റ് CB ഈക്വൽ ടു CB മാക്സ് dCB ബൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് dCB ബൈ dt എന്തായിരിക്കും 0 ആയിരിക്കും dCB ബൈ dt 0 ആയിരിക്കും അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇപ്പോൾ എന്തിൻ്റെ ഫോമുല CB അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ടൈമാണ് എന്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അപ്പോൾ എല്ലാ ടേംസും നമുക്ക് ടൈമിൻ്റെയും കോൺസ്റ്റൻറ്റും മാത്രം ആവണം അല്ലേ അപ്പോൾ ഇതിനൊന്ന് ചേഞ്ച് ചെയ്യണം dCB ബൈ dt will be equal to K1 into CA നമുക്ക് ടൈമിൻ്റെ ടേമിൽ എങ്ങനെ എഴുതാൻ പറ്റും ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണല്ലേ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ എന്താണ് CA എനിക്ക് എഴുതാൻ പറ്റും ഫോർ ഫസ്റ്റ് ഓർഡർ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് CA ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ CA എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും CA will be equal to what CA0 into e raised to minus K1t എന്ന് ഇങ്ങനെ എഴുതാൻ പറ്റും ഓക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ് CA will be equal to what CA0 into e raised to minus K1t അപ്പോൾ ഇവിടെ CAന് ആ വാല്യൂ കൊടുക്കുക എന്താണ് CA0 into e raised to minus K1t മൈനസ് K2 ഓക്കെ മൈനസ് K2 ഇനി ഇവിടെ CA0 1 ആണ് അപ്പോൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാം പിന്നെ dCB ബൈ dt എന്തായിരിക്കും 0 ആയിട്ട് മാറും സോ അത് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ് CA0 എന്താണ് ഈക്വൽ ടു 1 ക്വസ്റ്റ്യനിൽ 1 മോൾ തന്നിട്ടുണ്ട് പിന്നെ dCB ബൈ dt 0 ആണ് സോ നമുക്ക് എഴുതാൻ പറ്റും എന്ത് K1 e raised to minus K1t will be equal to what K2 ഓക്കെ ഇനി ഇത് സോൾവ് ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം e raised to minus K1tനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും K2 ബൈ K1 എന്ന് എഴുതാൻ പറ്റും K2 ബൈ K1 എന്ന് എഴുതാൻ പറ്റും അല്ലേ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലൈക്ക് ദിസ് ഇനി എന്താണ് e raised to minus K1tനെ K2 ബൈ K1 എന്ന് എഴുതിയാൽ എനിക്ക് e raised to K1tനെ എങ്ങനെ എഴുതാൻ പറ്റുക e raised to K1tനെ എന്ത് എഴുതാൻ മതി ഇതിനെ ഇൻവേഴ്സ് എടുത്താൽ മതി K2 ബൈ K1 e raised to minus K1t ആണെങ്കിൽ K1 ബൈ K2 എന്തായിരിക്കും e raised to K1 ബൈ K2 എന്ന് വരും ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ വന്നു ഇനി എന്താണ് ഇനി ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ഈ K1t will be equal to what log K1 by K2 log K1 by K2 log K1 by K2 അപ്പോൾ നമുക്ക് കിട്ടി Tmax is equal to 1 by K1 log K1 by K2 ഇപ്പോൾ ഇത് കാണുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ സുഖമായിട്ട് സോൾവ് ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്പുള്ളൂ അല്ലേ dCB by dt 0 ആക്കി ബാക്കിയൊക്കെ നിങ്ങളൊക്കെ ഒരു ലോജിക്ക് വെച്ച് ചെയ്താൽ മതി 1 by K1 log K1 by K2 ആയിരിക്കും നമ്മൾ ആ Tmax എന്നുള്ള വാല്യൂ സോ ഓപ്ഷൻ ഏതായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ
this will be the answer. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യന് എന്താണ്? ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 2 minutes 1 reactor volume is fed volume of feed is being treated at specified condition in a continuous reactor. Continuous reactor എന്ന് പറയുമ്പോൾ plug flow reactor അല്ലെങ്കിൽ CSTR. സ്പേസ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. സ്പേസ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എവറി 2 minutes 1 reactor volume എന്താണ് ഫെഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് സ്പേസ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിയാക്ടർ വോള്യൂം ഫെഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് എന്ത്? സ്പേസ് ടൈം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? ടോ. സ്പേസ് ടൈം ടോ ഇസ് ഈക്വൽ ടു വാട്ട്? 2 minutes. ഇത് തന്നിട്ടുണ്ട്, ഇത് ഗിവൺ ആണ് അല്ലേ? സ്പേസ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ടർ വോള്യൂം ട്രീറ്റ് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ട ടൈമാണ്. അത് തന്നിട്ടുണ്ട് 2 minutes എന്ന്. നമുക്കറിയാം സ്പേസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഓഫ് സ്പേസ് ടൈം ആണ്. 1/τ ആണ്. അപ്പോൾ എന്ത് വരും? 1/2 0.5. യൂണിറ്റ് എന്താ വരിക? മിനിറ്റ് ഇൻവേഴ്സ്. 0.5 minute inverse. So answer will be what? Option A is the answer. 0.5 minute inverse. ഓക്കെ. സ്പേസ് ടൈമിൻ്റെ നേരെ ഇൻവേഴ്സ് ആണ് എന്ത്? സ്പേസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്പേസ് വെലോസിറ്റി പറഞ്ഞാൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര റിയാക്ടർ വോളിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് എണ്ണാണ് എന്ത്? 2 minute ഒരു റിയാക്ടർ വോളിയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ 1 minute എത്ര ആയിരിക്കും? 0.5 റിയാക്ടർ വോളിയം ആയിരിക്കും അല്ലേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുക. So 0.5 is the space velocity. Next question നോക്കാം. The overall conversion of 2 PFR in series is dash 1 PFR with same total volume. അപ്പോൾ ഇതൊരു നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്ത്? ഒരു CSTR സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? ഇപ്പോൾ 10 ലിറ്ററിനുള്ള 1 ലിറ്റർ വീതമുള്ള 10 CSTR നമ്മൾ യൂസ് ചെയ്യുന്നതും 10 ലിറ്ററുള്ള ഒറ്റ CSTR യൂസ് ചെയ്യുന്നതും നമുക്ക് സെയിം കൺവേർഷനാണ് തരിക, അല്ലെങ്കിൽ സെയിം എഫക്റ്റാണ് തരിക. അതിൽ വ്യത്യാസം ഇല്ല എന്നാണ് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ CSTRൻ്റെ കേസ് അങ്ങനെയല്ല. CSTR ഓർഡറിനനുസരിച്ച് ഇപ്പോൾ ചില കേസിൽ എന്താണ് ഒരു സിംഗിൾ CSTR ആയിരിക്കും ബെറ്റർ ഇൻ കേസ് ഓഫ് ഓർഡർ ലെസ് ദാൻ 1 ആണെങ്കിൽ. പോസിറ്റീവ് ഓർഡറിനൊക്കെ കേസിൽ നമ്മൾ എന്താണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ CSTR യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും സീരീസ് ആയിട്ട് എന്താണ് ഒന്നിലേറെ CSTR ഉപയോഗിക്കായിരിക്കും ബെറ്റർ. അത് CSTRൻ്റെ കേസിൽ. ഇവിടെ എന്താണ് PFR ആയതുകൊണ്ട് തന്നെ PFRൻ്റെ കേസിൽ എന്താണ്? ദ ഓവറോൾ കൺവേർഷൻ ഓഫ് 2 PFRs ഇൻ സീരീസ് വിച്ച് ഈസ് വാട്ട്? സെയിം ആസ് 1 PFR വിത്ത് സെയിം ടോട്ടൽ വോളിയം. PFRൻ്റെ കേസിൽ അങ്ങനെയാണ്, സെയിം ആയിരിക്കും. ഓക്കെ. ഇത് പ്രോപ്പർട്ടിയാണ്, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രോപ്പർട്ടിയാണ്. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനാണ്. ഇത് ഇച്ചിരി എന്താ പറയുക ടൈം എടുക്കും, പക്ഷേ നിങ്ങൾക്ക് കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ സഹായിക്കുന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഹോമോജീനിയസ് ലിക്വിഡ് ഫേസ് റിയാക്ഷനാണ്. ഇപ്പോൾ പേടിക്കാൻ വോളിയത്തിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. A gives R എന്നുള്ള റിയാക്ഷൻ, അതിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട് KCA². സെക്കൻഡ് ഓർഡർ റിയാക്ഷനാണ്. പിന്നെ അത് takes place with 50% conversion in a well-mixed reactor operating isothermally. അതായത് വെൽ മിക്സ്ഡ് റിയാക്ടർ എന്ന് പറഞ്ഞാൽ CSTRൽ ആ ഒരു റിയാക്ഷൻ 50% കൺവേർഷൻ തന്നിട്ടുണ്ട്. ഇനി ഈ ഒരു റിയാക്ടർ നമ്മൾ CSTR മാറ്റി PFR ആക്കുകയാണ്. സെയിം വോളിയം. അപ്പോൾ 10 ലിറ്റർ വോളിയം ഉണ്ടെങ്കിൽ 10 ലിറ്റർ PFR ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി അപ്പോൾ ആദ്യം നമ്മൾ 10 ലിറ്റർ CSTR നോക്കിയപ്പോൾ എനിക്ക് 50% കൺവേർഷൻ കിട്ടി. ഇനി അതിന് പകരം ഞാനൊരു 10 ലിറ്റർ PFR ഉപയോഗിക്കുന്നതെങ്കിൽ എന്തായിരിക്കും കൺവേർഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ്? നമുക്ക് പോസിറ്റീവ് ഓർഡർ ആണെങ്കിൽ, ഇവിടെ ഓർഡർ എന്താ? സെക്കൻഡ് ഓർഡറാണ്. അപ്പോൾ ഏതൊരു പോസിറ്റീവ് ഓർഡർ ആണെങ്കിൽ എന്തായിരിക്കും നമ്മൾക്ക് ആരാണ് ബെറ്റർ? പോസിറ്റീവ് ഓർഡറിന് എക്സെപ്റ്റ് ഓട്ടോ കാറ്റലിറ്റിക് റിയാക്ഷൻ ബാക്കിയുള്ള എല്ലാ കേസിലും ജനറലി എന്താണ്?
പോസിറ്റീവ് ഓർഡർ ആണെങ്കിൽ PFR ആണ് നമുക്ക് കൂടുതൽ കൺവേർഷൻ തരിക സെയിം വോള്യത്തിൽ CSTR-നേക്കാളും. സോ CSTR 50% തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും അതിനേക്കാളും കൂടുതൽ കൺവേർഷൻ നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. സോ അതിനിപ്പോൾ 2 ചാൻസുകൾ, അത് ഒന്നുകിൽ 67% ആയിരിക്കാം അല്ലെങ്കിൽ 90% ആയിരിക്കാം. ബാക്കി 2 ഓപ്ഷൻ 50%ഉം 45% എന്തല്ല ഒരിക്കലും എന്തല്ല ശരിയാവില്ല നമുക്ക് ഉറപ്പാണ്. സോ ഈ ഒരു ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആവുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ CSTR-ൻ്റെ ഇക്വേഷൻ എഴുതാം. എന്താണ് ഫോർ CSTR ഇക്വേഷൻ എന്താണ്? സ്പേസ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് V/V0 അല്ലേ, V/V0. സ്പേസ് ടൈം രണ്ടിനും സെയിം അല്ല, PFR-നും CSTR-നും സെയിം ആണ്. കാരണം സെയിം കണ്ടീഷനാണ്. വിത്ത് ദ കണ്ടീഷൻ റിമൈനിങ് സെയിം എന്ന് പറഞ്ഞാൽ വോളിയോമെട്രിക് ഫ്ലോ റേറ്റും സെയിം ആയിരിക്കും, വോളിയമും സെയിം ആണ്. സോ എന്താണ് സോ സ്പേസ് ടൈം ഓഫ് CSTR വിൽ ബി ഈക്വൽ ടു വാട്ട്? V/V0. ഇതെന്തിന് ഈക്വൽ ആണ്? CA0 മൈനസ് CA ഡിവൈഡ് ബൈ KCA സ്ക്വയർ. അപ്പോൾ ഇതാണെന്ത് CSTR-ൻ്റെ ഇക്വേഷൻ അല്ലേ. അതായത് CA0 മൈനസ് CA ഡിവൈഡ് ബൈ -6. ഇനി നിങ്ങൾക്ക് ഇത് കൺവേർഷൻ്റെ ടേമിൽ എഴുതിയാലും ആൻസർ കറക്റ്റായിട്ട് വരും. ഞാനിപ്പോൾ കോൺസെൻട്രേഷൻ്റെ ടേമിൽ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. കൺവേർഷൻ്റെ ടേമിൽ ഇക്വേഷൻ എന്തായിരുന്നു? CA0XA ഡിവൈഡ് ബൈ -6. കോൺസെൻട്രേഷൻ ടേം ആണെങ്കിൽ ഇങ്ങനെ ഇതെന്ത് CA0 മൈനസ് CA ഡിവൈഡ് ബൈ KCA സ്ക്വയർ. ഓക്കെ, ഇനി എന്താണ് 50% കൺവേർഷൻ എന്നല്ല പറഞ്ഞത്. അപ്പോൾ CA എന്തായിരിക്കും? CA 50% കൺവേർഷന് XA is equal to 50%. CA എന്തായിരിക്കും? CA0 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. CA will be equal to CA0 ഡിവൈഡ് ബൈ 2. അപ്പോൾ എന്ത് വരും? tau CSTR will be equal to what? CA0 divided minus CA0 by 2 divided by KCA സ്ക്വയർ. അപ്പോൾ CA സ്ക്വയർ എന്ന് വരുമ്പോൾ എന്ത് വരും? CA0 സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്ന് വരും. ഓക്കെ, CA0 ഡിവൈഡ് ബൈ 4 എന്ന് വരും. ഇനി K എന്ത് വരും? K-tau will be equal to what? K-tau will be equal to CA0 minus CA0 by 2 എന്ത് വരും? CA0 divided by 2 വരും, ഡിവൈഡ് ബൈ CA0 സ്ക്വയർ ബൈ 4. അപ്പോൾ ഒരു CA0 ക്യാൻസലായി. അപ്പോൾ എന്ത് വരും? 2/CA0 എന്ന് വരും. 2/CA0 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ നിന്ന് കിട്ടുന്നത്. എന്താണ്? K-tau will be equal to what? 2/CA0 എന്ന് നമുക്ക് CSTR-ൻ്റെ റിലേഷൻ നമുക്ക് കിട്ടും. ഇനി PFR-ലേക്ക് പോവാം. ഇവിടെ ഞാൻ ടോ എന്നാണ് ഇനി ഉപയോഗിക്കുന്നത്. ടോ PFR, ടോ CSTR എന്ന് ഉപയോഗിക്കുക. കാരണം രണ്ടും ഈക്വൽ ആണ് അല്ലേ. വോളിയം രണ്ടും സെയിം ആണെങ്കിൽ അവരുടെ സ്പേസ് ടൈം എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഫോർ PFR tau will be equal to what? Integral CA0 to CA minus DCA divided by -6 അല്ലേ. ഇതാണ് എന്ത് സ്പേസ് ടൈമിൻ്റെ ഇക്വേഷന്. അങ്ങനെയാണെങ്കിൽ CA0 to CA minus DCA divided by KCA സ്ക്വയർ. ഇനി ഞാൻ ഈ Kനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ K-tau കിട്ടും. K-tau will be equal to what? മൈനസ് DCA ബൈ CA സ്ക്വയർ. അപ്പോൾ 1/CA സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ 1/CA ആണ്. -1/CA ആയിരിക്കും അല്ലേ, -1/CA. അപ്പോൾ ആ മൈനസ് ക്യാൻസലായി പോയി. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ആൻസർ 1/CA ടു ദ ലിമിറ്റ് CA0 to CA എന്ന് വരും. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 1/CA മൈനസ് 1/CA0 എന്ന് വരും. 1/CA മൈനസ് 1/CA0 എന്ന് വരും. K-tau എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. K-tau CSTR ചെയ്തപ്പോൾ K-tau കിട്ടി. അതെന്നാൽ 2/CA0 ആണ് കിട്ടിയത്. സോ എന്ത് വരും? അതിവിടെ ഇട്ട് കൊടുക്കുക.
ഫ്രം 1 ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ് കേട്ടോൻ്റെ വാല്യൂ 2/CA0 ആണ്. 2/CA0 വിൽ ബി ഈക്വൽ ടു വാട്ട് 1/CA മൈനസ് 1/CA0. 1/CA0. സോ ഇത് ഇങ്ങോട്ട് കൊടുത്താൽ എന്ത് വരും 3/CA0 വിൽ ബി ഈക്വൽ ടു വാട്ട് 1/CA. അങ്ങനെയാണെങ്കിൽ CA/CA0 എന്ത് വരും CA/CA0 will be equal to what? CA/CA0 will be equal to 1/3. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷനും ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഫൈനൽ കോൺസെൻട്രേഷനും തമ്മിൽ റിലേഷൻ കിട്ടി. ഇനി കൺവേർഷൻ കാണാൻ പണിയൊന്നുമില്ലല്ലോ. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര റിയാക്ട് ചെയ്തു എന്നുള്ളതല്ലേ. സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എക്സ് എന്ന് പറഞ്ഞാൽ 1 - CA/CA0 ആണ് അല്ലേ. 1 - CA/CA0 ആണ്. സോ ഒരു 1 മൈനസ് എന്ത് 1/3. അപ്പോൾ 2/3 അതായത് 0.67 അല്ലെങ്കിൽ 67% ആയിരിക്കും കൺവേർഷൻ. ഓക്കെ, 67% ആയിരിക്കും കൺവേർഷൻ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തത് കോൺസെൻട്രേഷൻ്റെ ടേമിലാണ് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് ഇങ്ങനെ വന്നത്. ഇനി ഇതേപോലെ നിങ്ങൾക്ക് കൺവേർഷൻ്റെ ടേമിലും സോൾവ് ചെയ്ത് വന്നാലും എക്സേക്ക് വാല്യൂ കിട്ടും. അപ്പോൾ അതൊരു ചിലപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ഒക്കെ ചെയ്യേണ്ടി വരും. എനിവേ അത് പ്രശ്നമില്ല, ഇത് ചെയ്താലും മതി. ഇത് നിങ്ങളുടെ സമയത്ത് കുറച്ച് ടഫായിരിക്കും ക്വസ്റ്റ്യന്. പക്ഷേ ഞാൻ ഇതെങ്ങനെ ഇങ്ങനത്തെ ഇക്വേഷനിൽ എങ്ങനെയാണ് ഇത് കൊടുക്കാമെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും. പക്ഷേ ഈ ഒരു ഇക്വേഷൻ CSTRൻ്റെ വോളിയം കാൽക്കുലേറ്റ് എങ്ങനെ ചെയ്യുക, അതുപോലെ PFRൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സോ ആ ഇക്വേഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എനിവേ ഈ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ് 67% ആണ് അല്ലെങ്കിൽ. ഓക്കെ, സോ ഓപ്ഷൻ C ഈസ് ദ ആൻസർ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാൽക്കുലേഷൻ കുറച്ച് കോംപ്ലക്സ് ആണ്, പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇത്ര ടഫിൽ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ബെറ്ററാണ്.